ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസ തങ്ങളുടെ ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ബഹിരാകാശ യാത്രാവേളയിൽ വിശപ്പും ക്ഷീണവും മാറ്റാനുള്ള ഭക്ഷണമായി തിരഞ്ഞെടുത്ത വിശിഷ്ട ഭക്ഷണത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഐക്യരാഷ്ട്രസഭ ലോകത്തിന്റെ ഭാവിയിലെ സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിശേഷിപ്പിച്ച ഭക്ഷ്യവിഭവമാണിത്. പഴവും പച്ചക്കറിയും ധാന്യവും ഒന്നുമല്ലാത്ത എന്നാൽ തികച്ചും പ്രകൃതിദത്തമായ സൂപ്പർ ഫുഡാണിത്. ഈ ഭക്ഷണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഈ ഭക്ഷണമാണ് മലയാളികൾക്ക് അത്ര പരിചയമില്ലാത്ത നീല കലർന്ന പച്ച നിറത്തിലുള്ള സ്പൈറുലിന എന്ന ഒരു തരം പായൽ. വെറും പായലോ എന്ന് പറഞ്ഞ് നിസാരമായി തള്ളിക്കളയാൻ വരട്ടെ. ഇന്ന് ലോകാരോഗ്യ സംഘടനയും വൈദ്യശാസ്ത്രവും നിസാരമെന്ന് നാം കരുതുന്ന ഈ പായലിന്റെ ഗുണഗണങ്ങൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. പണ്ടു മുതൽ തന്നെ ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നെങ്കിലും അടുത്ത കാലത്താണ് ശാസ്ത്രം ഇതിന്റെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞത്. ഗൂഗിളിൽ സ്പൈറുലിനയുടെ സവിശേഷതകൾ തിരഞ്ഞുപോയാൽ മറ്റൊരു ഭക്ഷ്യവിഭവത്തിനും കാണാത്ത നിരവധി പ്രത്യേകതകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് ലോകത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള പ്രകൃതിദത്തമായ ഭക്ഷ്യവിഭവങ്ങളിൽ ഏറ്റവും പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് സ്പൈറുലിന എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തുതയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായിട്ട് എടുത്തു പറയാനുള്ളത് ഇതിൽ അടങ്ങിയിട്ടുള്ള മാംസ്യത്തിന്റെ അളവാണ്. 100 ഗ്രാം സ്പൈറുലിനയിൽ ഏകദേശം 50 മുതൽ 70% മാംസ്യം അഥവാ പ്രോട്ടീനാണ്. ഇതുമാത്രമല്ല, മനുഷ്യ ശരീരത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിനും രോഗങ്ങളില്ലാത്ത സമ്പൂർണ്ണ ആരോഗ്യത്തിനും ഉതകുന്ന വിറ്റാമിനുകളും ധാതുക്കളും ഇതിൽ സമൃദ്ധമായി അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയാനുള്ളത്. 100 ഗ്രാം സ്പൈറുലിനയിൽ മനുഷ്യന് ഒരു ദിവസം വേണ്ട ഇരുമ്പിന്റെ ഏകദേശം 158% അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇത് കാൽസ്യത്തിന്റെ അപൂർവ കലവറയും കൂടിയാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിന്റെ 28%-ലധികം അതേ അളവിലുള്ള സ്പൈറുലിനയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ വളർച്ചയ്ക്ക് ഉത്തമ പോഷകാഹാരമായി ഇത് മാറിക്കഴിഞ്ഞു. ഇനി എന്താണ് സ്പൈറുലിന എന്ന് നോക്കാം. മൈക്രോ ആൽഗ, അതായത് ഒരു ഏകകോശ പായലാണ് സ്പൈറുലിന. ആർത്രോസ്പൈറ പ്ലാന്റൻസിസ് എന്നാണ് ശാസ്ത്രനാമം. 360 കോടി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നാണ് ശാസ്ത്ര പഠനം തെളിയിക്കുന്നത്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നവരെ ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.